ഹായ് ഒരുവൺ, നമ്മൾ ചിന്തിക്കുന്നത് എക്സോഡസ് ചാപ്റ്റർ 4 ആണ്. പുറപ്പാട് 4-ാം അധ്യായം. അവിടെ ദൈവം മോശയോട് എന്താണ് ദൈവത്തിൻ്റെ ഉദ്ദേശം എന്നുള്ളത് ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കുന്നു. അതുപോലെ തന്നെ പല സയൻസ്, പല അടയാളങ്ങൾ ദൈവം അവിടെ മോശയ്ക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു. അതൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ മോശയെ ഉപയോഗിച്ച് ദൈവം ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനുള്ള പ്ലാൻ ദൈവം അവിടെ മോശയോട് പറഞ്ഞപ്പോൾ മോശ അവിടെ പല എക്സ്ക്യൂസസ് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്നത്, താൻ ഒടുവിൽ പറഞ്ഞു തനിക്ക് സംസാരിക്കാൻ വിക്കനാണ്, തനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ ദൈവമല്ലേ, ഞാനല്ലേ ഇതിനുള്ള കഴിവ് കൊടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ പിന്നെ മോശ പറഞ്ഞു, എന്നെ അയക്കില്ല, വേറെ ആരെങ്കിലും അയക്കാമെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിന് കോപം വരുന്നതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ആ ക്ഷമയെ നമ്മൾ പരീക്ഷിക്കരുത് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മളെ ദൈവം ഒരു കാര്യത്തിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവം നമ്മളെ കൊണ്ട് ചെയ്തിരിക്കും. അത് മോശയുടെ കഴിവിനെയാണ് ആശ്രയിച്ചത്. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ നമ്മുടെ കഴിവിനെ ആഗ്രഹിക്കണമെന്നല്ല. കാരണം ദൈവം നമ്മോട് കൂടി ഉള്ളപ്പോൾ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ എന്നിട്ടും മോശയിലൂടെ തന്നെ ദൈവം ഈ പ്ലാൻ ഫുൾഫിൽ ചെയ്യാനായിട്ട് ദൈവത്തിൻ്റെ പ്ലാൻ അതായിരുന്നു. അതുകൊണ്ട് തന്നെ തനിക്ക് വേറെ ആരെങ്കിലും അയക്കാമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ദൈവം പറഞ്ഞത്, നിനക്ക് വേണ്ടി എന്നിട്ട് അഹരോൻ സംസാരിക്കും എന്നവിടെ പറഞ്ഞു. എന്നിട്ട് ദൈവം അവിടെ പല സയൻസൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. ഒരു വടി നിലത്തിടുമ്പോൾ അത് പാമ്പായിട്ട് മാറുന്നു. ആ പാമ്പിനെ കാണുമ്പോൾ മോശ പേടിച്ചു പോകുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. അപ്പോൾ അതങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ പാമ്പിൻ്റെ വാലിൽ പിടിക്കുമ്പോൾ തിരിച്ച് വടിയാകുന്നു. അതുപോലെ തൻ്റെ ബോസത്തിൽ തന്നെ കൈയിട്ടപ്പോൾ അത് കുഷ്ഠം വന്ന പോലെ ആവും. അതുപോലെ താൻ കൈ ഇട്ടിട്ടെടുക്കുമ്പോൾ കൈ കുഷ്ഠം പോലെ വന്ന പോലെ ആവും. പക്ഷെ അതുപോലെ താൻ പിന്നെയും അത് ഉള്ളിലേക്ക് ഇട്ടിട്ട് താൻ പുറത്തേക്ക് എടുക്കുമ്പോൾ കൈ അത് നോർമലായിട്ട് മാറും. അതുപോലെ താൻ നദിയിൽ നിന്ന് വെള്ളം എടുത്ത് താൻ നിലത്തോട്ടിടുമ്പോൾ ആ വെള്ളം വീഴുന്ന ആ വെള്ളം മാത്രം, നിലത്ത് വീഴുന്ന വെള്ളമുള്ള ഏരിയ അത് മാത്രം അത് ബ്ലഡായിട്ട് മാറും. അങ്ങനെ ആ സയൻസൊക്കെയും അവിടെ ദൈവം കാണിച്ചു കൊടുക്കുകയാണ്. മറ്റൊന്നും കൊണ്ടല്ല, ഫറവോനും ഇവിടെയുള്ള ഇസ്രായേൽ മക്കൾക്കും എല്ലാം മനസ്സിലാക്കുവാനായിട്ട് ഈ ദൈവം അയച്ചതാണ്. ദൈവം അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ വിളി കേട്ട് അവരെ അതിന് പുറത്തു കൊണ്ടുവരേണ്ട ദൈവം കൊണ്ടുവന്നതാണെന്ന് അവർക്കെല്ലാവർക്കും കാണിച്ചു കൊടുക്കുവാനായിട്ട് കൊടുത്ത ദൈവം കൊടുത്ത കുറച്ച് അടയാളങ്ങളായിരുന്നു അത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒറ്റയ്ക്ക് ഒരു ചാലഞ്ചിന് ദൈവം ഒരിക്കലും വിടത്തില്ല. നമ്മൾ ഏത് അവസ്ഥയിലൂടെ പോയാലും, നമ്മൾ ഏത് ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലായിരുന്നെന്ന് പറഞ്ഞാലും ദൈവം നമ്മോട് കൂടെ ഉണ്ട്. ദൈവത്തിൻ്റെ സ്ട്രെങ്ത് നമ്മോട് കൂടെ ഉള്ളിടത്തോളം കാലം നമ്മൾക്ക് ഒന്നിനെപ്പറ്റിയും നമുക്ക് ഭയപ്പെടേണ്ട, നമുക്ക് ഒന്നിനെപ്പറ്റിയും ടെൻഷൻ അടിക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളൊരു കാര്യം നമ്മൾ റിയലൈസ് ചെയ്യണം. അങ്ങനെ മാത്രമല്ല, തനിക്ക് പിന്നെയും ഒന്നുകൂടെ കോൺഫിഡൻസ് വേണ്ടി ദൈവം പറയുകയാണ്, അന്ന് മോശ മിസ്രൈമിനെ കൊന്നപ്പോൾ തന്നെ പിടിക്കാണ്ട് കാത്തിരുന്നവരൊക്കെയും അവർക്ക് മരിച്ചുപോയി എന്നുള്ളൊരു അഷ്വറൻസും കൂടെ കൊടുക്കുകയാണ്. അപ്പോൾ ധൈര്യമായിട്ട് ഫറവോൻ്റെ മുന്നിൽ ചെല്ലാൻ, ധൈര്യമായിട്ട് ഇവരുടെ അടുക്കിലേക്ക് ചെല്ലാൻ, ഇവർക്ക് ഈ കാര്യങ്ങളൊക്കെയും കാണിച്ചു കൊടുക്കാം എന്നുള്ളൊരു കാര്യം അവിടെ പറയുകയാണ്. പക്ഷെ ദൈവം പറയാണ്, ഫറവോൻ്റെ മനസ്സ് എന്നാലും ഹാർഡൻഡ് ആകും എന്നുള്ള കാര്യങ്ങളൊക്കെ ദൈവം മുൻകൂട്ടി തന്നെ പറയാം. അപ്പോൾ ദൈവം നമ്മളെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വിളിക്കുമ്പോൾ ദൈവം നമ്മളെ കഴിവ് നോക്കിയിട്ടല്ല ദൈവം നമ്മളെ വിളിക്കുന്നത്. ദൈവത്തിന് നമ്മുടെ കഴിവിൻ്റെ ആവശ്യം ദൈവത്തിനില്ല. കാരണം ദൈവം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ സ്ട്രെങ്താണ് ദൈവം നമുക്ക് തരുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു ഹിതം നിറവേറുവാനായിട്ട് ശരിക്കും നമ്മളെ തന്നെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ദൈവത്തെ ആശ്രയിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ വണ്ടർഫുള്ളായിട്ട് ദൈവം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിയും. അതുകൊണ്ട് ഈ ചിന്തകൾ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവത്തിന് നമ്മൾ അതും മാറാട്ടെ.